ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാവയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓട്ടോമേഷൻ ടെസ്റ്ററിൻ്റെ ജോബ് പ്രൊഫൈലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നമ്മളോട് ജാവയും ചോദിക്കും. ഒബ്വിയസ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ജാവയിൽ നിന്നുള്ളത്. സോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ തന്നെ കോഡിംഗ് ക്വസ്റ്റ്യൻസും വരാം. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഓൺലി തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ എല്ലാവരും ചോദിക്കണമെന്നില്ല, പക്ഷേ നമ്മൾ കവർ ചെയ്യുന്ന ആ ടോപ്പിക്സിൽ നിന്ന് എന്തൊക്കെയായാലും മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഫ്രഷേഴ്സിനും അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കംപ്ലീറ്റ് കണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളിതിന് മുൻപ് സെലീനിയത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അത് ഒരു 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കൂടുതൽ ഹെൽപ്ഫുൾ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇനി ഫ്രഷേഴ്സിനുള്ള സെലീനിയം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരെണ്ണം ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് തന്നെ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതേപടി ഡയറക്റ്റ്ലി നമ്മളോട് എല്ലാ ഇൻ്റർവ്യൂസിനും ചോദിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അതെന്തായാലും മസ്റ്റായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ഓപ്സ്. അപ്പോൾ ഇൻ്റർവ്യൂവേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഡയറക്റ്റ്ലി ചോദിക്കാം എന്താണ് ഓപ്സ് എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഓരോ കോൺസെപ്റ്റും ചോദിക്കാം. എന്താണ് അബ്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഹൗ ടു ഇംപ്ലിമെൻറ്റ് ഇൻഹെറിറ്റൻസ്, എന്താണ് പോളിമോർഫിസം, ഇങ്ങനെ ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ ഈ കവർ ചെയ്യുന്ന ടോപ്പിക്സ്, അതായത് ഓപ്സ് കോൺസെപ്റ്റ്സ്, അതായത് അതിനകത്ത് വരുന്ന ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളുണ്ട്, അതായത് അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കവർ ചെയ്യാം. ഡിസ്ക്രൈബ് ഓപ്സ് എന്നാണ്. അപ്പം അതിൽ നമ്മൾ എന്താണ് ഓപ്സ് എന്ന് പറയുക, പിന്നെ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്സിൻ്റെ ബേസിക് പില്ലേഴ്സ് അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഓപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്സ് റെഫേഴ്സ് ടു ദ ലാംഗ്വേജ് ദറ്റ് യൂസ് ഒബ്ജക്ട്സ് ഇൻ ദ പ്രോഗ്രാമിംഗ്. ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പറഞ്ഞ പേരാണ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒബ്ജക്ട്സ് ആർ ദ പ്രൈമറി സോഴ്സ്. ഓക്കെ, അതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ ജാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് വിച്ച് ഷെയർസ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോമൺ പ്രോപ്പർട്ടീസ്. ഓക്കെ, it is a user-defined blueprint or prototype from which objects are created. For example, student is a class and individual students are the objects. For example, Ravi is an object, Rekha is an object, but student is the class name. Okay, പിന്നെ അടുത്ത അതിൽ പില്ലേഴ്സ് ആണ്. ഒന്ന് അബ്സ്ട്രാക്ഷൻ. സോ വാട്ട് ഇസ് അബ്സ്ട്രാക്ഷൻ? അബ്സ്ട്രാക്ഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വി ഓൺലി ഷോ ദ essential characters or essential details or functionality to the user. The non-essential implementation details are not displayed to the user. That is abstraction. Next is encapsulation. Encapsulation refers to the binding of data and methods that operate on that data within single unit, which is called a class in Java. ഓക്കെ, അതായത് ഡാറ്റേനെയും മെത്തേഡ്സിനെയും കൂടെ ബൈൻഡ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്ന പേരാണ് എൻക്യാപ്സുലേഷൻ. Java encapsulation is the way of hiding the implementation of details of a class from outside access and only exposing a public interface that can be used to interact with a class. അതാണ് എൻക്യാപ്സുലേഷൻ. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ജാവയുടെ ട്യൂട്ടോറിയൽസ് എടുത്തപ്പം അതിനകത്ത് കവർ ചെയ്തായിരുന്നേ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. പിന്നെ അടുത്ത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് ആണ് ഇറ്റ് ഇസ് എ മെക്കാനിസം ഇൻ ജാവ ബൈ വിച്ച് വൺ ക്ലാസ് ഇസ് അലൗഡ് ടു ഇൻഹെറിറ്റ് ദ ഫീച്ചേഴ്സ് മീൻസ് ഫീൽഡ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അനദർ ക്ലാസ്. മറ്റൊരു ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സായ ഫീൽഡ്സിനും മെത്തേഡ്സിനെയൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു കഴിവിനെ പ്രധാന ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഹാവിങ് മെനി ഫോംസ്. ദാറ്റ് ഇസ് പോളിമോർഫിസം. ദർ ആർ 2 types ഓഫ് പോളിമോർഫിസം ഇൻ ജാവ. എന്തൊക്കെയാണ്? കമ്പൽ ടൈം പോളിമോർഫിസം ആൻഡ് റൺ ടൈം പോളിമോർഫിസം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇൻ്റർഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇൻ്റർഫേസ്? അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇൻ്റർഫേസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവയിലെ അബ്സ്ട്രാക്ഷൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ ഡിക്ലെയർ ദ അബ്സ്ട്രാക്ട് മെത്തേഡ്സ്.
അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇന്റർഫേസ് ബോത്ത് cannot be instantiated. രണ്ടിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടിയാണ് എന്താ, അബ്സ്ട്രാക്ട് ക്ലാസിൻ്റെയും ഇന്റർഫേസിനെ നമുക്ക് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യത്തില്ല. ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഡിഫറൻസ് തന്നെ യൂസ് ചെയ്യും. സോ നമുക്ക് ഡിഫറൻസ് നോക്കാം. അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കാര്യം പറയാം. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് ആൻഡ് നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് വരാം. പക്ഷേ ഇന്റർഫേസിലോ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ അബ്സ്ട്രാക്ട് ക്ലാസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇന്റർഫേസ് സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അബ്സ്ട്രാക്ട് ക്ലാസ് ക്യാൻ ഹാവ് ഫൈനൽ, നോൺ ഫൈനൽ, സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ്. ബട്ട് ഇന്റർഫേസ് ഓൺലി സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ വേരിയബിൾസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് provide the implementation of the interface. Interface law which cannot provide the implementation of the abstract class. അതുപോലെ അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. ഇന്റർഫേസിലോ നമ്മൾ ഇന്റർഫേസ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നമുക്ക് ക്യാൻ എക്സ്റ്റെൻഡ് അനദർ ജാവ ക്ലാസ് ആൻഡ് ഇംപ്ലിമെന്റ് മൾട്ടിപ്പിൾ ജാവ ഇന്റർഫേസസ്. പക്ഷേ ഇന്റർഫേസിൽ ഇന്റർഫേസ് ക്യാൻ എക്സ്റ്റെൻഡ് അനദർ ജാവ ഇന്റർഫേസ് ഉള്ളൂ. ഇന്റർഫേസ് മാത്രം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റൻസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ഇന്റർഫേസിലാണെങ്കിലോ ഇംപ്ലിമെന്റ്സ് എന്നുള്ള കീവേഡാണ് ഒരു ഇന്റർഫേസിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സിൻടാക്സ് എഴുതി കാണിക്കുക. അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് പബ്ലിക് എന്ന് കൊടുക്കുക. അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡാണ്. ദെൻ ക്ലാസ്, പിന്നെ ക്ലാസ് നെയിം കൊടുക്കുന്നു. ഇൻസൈഡ് ദ ക്ലാസ് എന്ത് കൊടുക്കാം, നമുക്ക് ആ മെത്തേഡിന്റെ ഡിക്ലറേഷൻ കൊടുക്കാം. ഓക്കെ. അതുപോലെ ഇന്റർഫേസ് ആണെങ്കിലോ പബ്ലിക് ഇന്റർഫേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ദെൻ ഇന്റർഫേസ് നെയിം കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓൺലി ഇത് മെത്തേഡിൻ്റെ എന്താ ഡിക്ലറേഷൻ മാത്രമേ കൊടുക്കുക. അത് വോയിഡ് ഡ്രോ എന്നുള്ളത് മാത്രം കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ സിൻടാക്സ്. നെക്സ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ്. ഡിസ്ക്രൈബ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. സോ എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുക? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഹാൻഡിൽ റൺ ടൈം എറേഴ്സ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജാവ പ്രോഗ്രാമിൽ റൺ ടൈം എറേഴ്സ് വരാം. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയെ അത് എഫക്റ്റ് ചെയ്യാൻ ഡിസ്ട്രപ്റ്റ് ചെയ്യും. നമ്മൾ സ്റ്റോപ്പ് ആയി പോകുക പ്രോഗ്രാം. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് തന്നെ ഗ്രേസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ ജാവ എന്ന് പറയുന്നത്. സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ട്രൈ ബ്ലോക്കിനകത്താണ് നമ്മൾ ഏത് ലൈൻസ് ഓഫ് കോഡ് ആണോ എക്സെപ്ഷന് കോസ് ആവുന്നത് അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ട്രൈക്കകത്ത് ഒരു എക്സെപ്ഷൻ വരുമല്ലോ, അതിനെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ കോഡ് കൊടുക്കേണ്ടത് ക്യാച്ചിനകത്താണ്. ഫൈനലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബ്ലോക്ക് യൂസ് ടു എക്സിക്യൂട്ട് ദ നെസസറി കോഡ് ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ്സാണ് ഈ ഒരു ഫൈനലിക്കകത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, എക്സെപ്ഷൻ ഹാൻഡിൽ ആയിട്ടുണ്ടെങ്കിലും ശരി ഹാൻഡിൽ ആയിട്ടില്ലെങ്കിലും ശരി ആ ലൈൻസ് ഓഫ് കോഡ് ഫൈനലിക്കകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ത്രോ കീവേഡ് യൂസ് ചെയ്യുന്നത് ടു ത്രോ ആൻ എക്സെപ്ഷൻ ആണ്. ത്രോസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് ടു ഡിക്ലെയർ ദ എക്സെപ്ഷൻ ആണ്. ത്രോസ്, അപ്പോൾ ത്രോസ് മാറിപ്പോകരുത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫൈനൽ കീവേഡ് യൂസ് ഫോർ? എന്താണ് ഫൈനൽ കീവേഡ് എന്ന് പറഞ്ഞാൽ? ഫൈനൽ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു റെസ്ട്രിക്ട് ദ യൂസറിന്, ആ യൂസർക്ക് ചില റെസ്ട്രിക്ഷൻസ് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ജാവയിൽ ഫൈനലിൽ നമുക്ക് 3 രീതി യൂസ് ചെയ്യാം. വേരിയബിൾസിന് യൂസ് ചെയ്യാം, മെത്തേഡ്സിന് യൂസ് ചെയ്യാം, ആൻഡ് ക്ലാസ്സിന് യൂസ് ചെയ്യാം. ഇപ്പോൾ വേരിയബിളിനാണ് ഫൈനൽ കൊടുക്കുന്നതെങ്കിൽ അതൊരു ഫൈനൽ വേരിയബിളായിട്ട് മാറുന്നു. അങ്ങനെ ഫൈനൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് വി കനോട്ട് ദ ചേഞ്ച് ദ വാല്യൂ. ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയി മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ഫൈനൽ ഇൻറ്റ് എ ഈക്വൽസ് 100 എന്ന് കൊടുത്തു. അപ്പോൾ എ എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് ഫൈനലാക്കി കൊടുത്തു, അതിൻ്റെ വാല്യൂ 100 എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, 100 എന്നുള്ള ആ വാല്യൂ മാറ്റാനായിട്ട് ഇനി പറ്റത്തില്ല. അതാണ് ഫൈനൽ വേരിയബിൾ. നെക്സ്റ്റ് ഫൈനൽ മെത്തേഡ് എന്താണ്, വി കനോട്ട് ഓവർ റൈഡ് ദ ഫൈനൽ മെത്തേഡ്. അടുത്ത ഫൈനൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വി കനോട്ട് എക്സ്റ്റെൻഡ് ഇറ്റ്. അതാണ് ഫൈനൽ ക്ലാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് കീവേഡ് ആൻഡ് സൂപ്പർ കീവേഡ്സ് ആണ്. ദിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ നെയിമിംഗ് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ ദിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാനാണ് ദിസ് കീവേഡ് യൂസ് ചെയ്യുക. സൂപ്പർ യൂസ് ചെയ്യുന്നതോ പേരന്റ് ക്ലാസിന്റെ മെമ്പേഴ്സ് അല്ലെ ഫീൽഡ്സിനെ റെഫർ ചെയ്യാനാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. അപ്പോൾ ആദ്യം കൊടുത്തേക്കുന്നത് ദിസിൻ്റെ ആണ്. ഒരു ക്ലാസ് ഉണ്ട്, പേഴ്സൺ ആണ് കൊടുത്തേക്കുന്നത്. അവിടെ നമ്മൾ ഒരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, നെയിം എന്ന് പറഞ്ഞ്. ഒരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്, പബ്ലിക് പേഴ്സൺ സ്ട്രിങ് നെയിം. സോ ദാറ്റ് മീൻസ് എന്താണ്, ഒരു മെയിൻ മെത്തേഡിൽ നിന്ന് ഇങ്ങോട്ടൊരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അതിനെ ഇവിടെ ആക്സസ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത് ഈ നെയിം എന്നുള്ള ഒരു വേരിയബിളിൻ്റെ പേരാണ്, സ്ട്രിങ് ടൈപ്പാണ്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, ഇവിടെ പാരാമീറ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് നെയിമാണ്,
ഇവിടെ നമ്മൾ ലോക്കൽ വേരിയബിളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ വേരിയബിളിൻ്റെ പേരെന്താ, അത് നെയിമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ കൺസ്ട്രക്ടറോടൊന്ന് തിരിച്ചു വരാം. കണ്ടു ഇവിടെ എന്താ കൊടുത്തേ, ദിസ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം. അതിൻ്റെ മീനിങ് എന്താണ്? ഈ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ കറണ്ട് ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുക. സോ കറണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏത് ക്ലാസ്സിലാണോ അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിളാണ് കറണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുക. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് ക്ലാസ്സിലാണ്, ഈ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിലാണ്. അതിലെ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ ഈ ലൈനിൽ കൊടുത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ സ്ട്രിംഗ് നെയിം എന്ന് പറഞ്ഞാൽ ആ നെയിമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ലോക്കൽ വേരിയബിൾ. ഓക്കെ, അത് കറണ്ട് ഒബ്ജക്റ്റ്. സോ അതിലേക്ക് നമ്മൾ ഏത് വാല്യൂ അസൈൻ ചെയ്യുന്നു, നമ്മളിവിടെ ഈ കൺസ്ട്രക്ടറിൽ പാരാമീറ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല നെയിം എന്നുള്ള പേരിൽ, അതിലെ വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ കറണ്ട് ക്ലാസ്സിലെ ഒബ്ജക്റ്റായ നെയിമിലോട്ട് നെയിം എന്നുള്ള ഈ പാരാമീറ്റർ വഴി റിസീവ് ചെയ്ത വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് ദിസ് ഡോട്ട് നെയിം എന്നുള്ള ആ ഒരു മെക്കാനിസം യൂസ് ചെയ്തത്, ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാൻ കാരണം. അപ്പം വേണമെങ്കിൽ ഇപ്പം ഇൻ കേസ് നമ്മളിവിടെ ലോക്കൽ വേരിയബിളിൻ്റെ പേര് ഈ നെയിമിന് ഓരമേ ഇപ്പം എൻ എന്നോ അല്ല നെയിം 1 അല്ല നെയിം 2 എന്നെല്ലാം കൊടുത്തെന്ന് വെച്ചോ, അപ്പം നമ്മൾ ദിസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് വേറൊരു വേരിയബിൾ നെയിം ആണല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ റിസീവ് ചെയ്തതും നെയിം എന്നുള്ള പേരിലാണ്, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നതും നെയിം എന്നുള്ള വേരിയബിളാണ്. അപ്പോൾ ആ ഒരു നെയിം കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ വേറൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞു പോയി ഡിസ്പ്ലേ നെയിമും അവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാണ് നെയിമിനെ. ഓക്കെ, അവിടെ പ്രിന്റ് ചെയ്തപ്പോൾ എന്താണ് കൊടുത്തത്, ദിസ് ഡോട്ട് നെയിം ആണ്. സോ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കറണ്ട് ക്ലാസ്സിലെ നെയിം എന്നുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇവിടെ എന്താണ് റിസീവ് അയക്കുന്ന വാല്യൂ അതിനെ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ദിസ് കീവേഡിൻ്റെ യൂസേജ് അത് സൂപ്പർ കീവേഡാണ്. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, പേരന്റ് ക്ലാസ്സിനെ ഒബ്ജക്ട്സിനെ ഫീൽഡ്സിനെയൊക്കെ റെഫർ ചെയ്യാനാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇവിടെ ഒരു ടെസ്റ്റിനൊരു ക്ലാസ് ഉണ്ട്, അതിന് മെയിൻ മെത്തേഡിനുള്ളിലാണ് കൊടുത്തേക്കുന്നത്. ദെൻ നമ്മൾ കാർ എന്നുള്ള മുകളിലത്തെ ഒരു മെത്തേഡ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. കാർ കണ്ടോ, ഇവിടെ നോക്കിക്കോണേ, കാർ ക്ലാസ് കാർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻസ് വെഹിക്കിൾ ആണ്, അപ്പോൾ ദാറ്റ് മീൻസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇവിടെ ഉണ്ട്, ബേസ് ക്ലാസ്. ഓക്കെ, ക്ലാസ് വെഹിക്കിൾ. അതിനകത്ത് നമ്മൾ മാക്സ് സ്പീഡ് എന്ന് പറഞ്ഞ ഇൻഡിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ 120 എന്നാണ് കൊടുത്തത്. ദെൻ ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിന് സബ് ക്ലാസ് ആണ് ഈ കാർ എന്നുള്ള ക്ലാസ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ മാക്സ് സ്പീഡ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വീണ്ടും അതിൻ്റെ വാല്യൂ നമ്മൾ 180 എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഡിസ്പ്ലേ ഒരു മെത്തേഡ് കൊടുത്തു, അതിനകത്ത് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഡോട്ട് മാക്സ് സ്പീഡ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ ചൈൽഡ് ക്ലാസ്സിലെ ആ വേരിയബിളിൻ്റെ നെയിം എന്താ, മാക്സ് സ്പീഡാണ്. പേരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിലെ വേരിയബിളിൻ്റെ പേര് മാക്സ് സ്പീഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ് സൂപ്പർ ഡോട്ട് മാക്സ് സ്പീഡ്. അപ്പോൾ ഏതായിരിക്കും പ്രിന്റ് ചെയ്യുക, ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നുണ്ടോ 120 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. കാരണം എന്താണ്, സൂപ്പർ ഡോട്ട് മാക്സ് സ്പീഡ് എന്നാണ് കൊടുത്തത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റിലോട്ടാണ് പോവുക. സോ പേരന്റ് ക്ലാസ് ഇതാണ്, അതിലെ മാക്സ് സ്പീഡിന്റെ വാല്യൂ 120, അതായിരിക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. മനസ്സിലായോ? അതാണ് സൂപ്പർ കീവേഡിന്റെ യൂസ്. അപ്പം അതും അപ്പം ഇങ്ങനെ അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ജാവയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ആൻസേഴ്സ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റില്ല, എഴുതി കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എഴുതി കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നിങ്ങൾ പോയിട്ട് ക്ലാസ് മെത്തേഡും വെച്ച് ഫുൾ എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ലൈൻസ് ഓഫ് കോഡ് അല്ലെങ്കിൽ ജസ്റ്റ് ആ സിൻടാക്സ് സ്ട്രക്ചർ എഴുതി കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു പോയിന്റ്സ് അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാത്തിട്ടാക്കും ഒരിക്കലും ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ഒരു എക്സാമ്പിളൊക്കെ വെച്ച് കാണിക്കുവാണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺസ്ട്രക്ടർ ഇൻ ജാവ? കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴൊക്കെയാണോ ന്യൂ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിനെ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യുക, അപ്പോഴെല്ലാം ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളൊരു കൺസ്ട്രക്ടറിനെ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറോട് ഇൻവോക്ക് ആവുന്നുണ്ട്. കൺസ്ട്രക്ടറിൻ്റെ സ്ട്രക്ചർ എഴുതി കാണിക്കുക, ക്ലാസ് നെയിം കൊടുക്കുന്നു. ഇതിന് കണ്ടോ, സെയിം ക്ലാസ് നെയിം തന്നെയായിരിക്കും കൺസ്ട്രക്ടറിനും വരിക. ദർ ആർ 2 types ഓഫ് കൺസ്ട്രക്ടേഴ്സ്, നോൺ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. നോൺ ആർഗ്യുമെന്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആർഗ്യുമെന്റ്സിലെ പാരാമീറ്റേഴ്സ് ഉണ്ടാവത്തില്ല. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ജാവ ട്യൂട്ടോറിയൽസിലെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ സ്ട്രിങ് ഈസ് ഇമ്മ്യൂട്ടബിൾ ഇൻ ജാവ? സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്ത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സ്ട്രിങ് ഇമ്മ്യൂട്ടബിലിറ്റി എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ ബിഹേവിയറിൻ്റെ പ്രത്യേകത. സോ എന്തുകൊണ്ടാണ് സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയാൻ കാരണം? ഇപ്പോൾ സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്, ഇപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനെ ഇമ്മ്യൂട്ടബിൾ ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ ചില സെക്യൂരിറ്റി വയലേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ റീസൺ, മൾട്ടി ത്രെഡിങ്ങിന് സേഫ് ആണ്
സ്ട്രിങ് ഇഫ് ഇറ്റ് ഇസ് ഇമ്മ്യൂട്ടബിൾ. മൾട്ടി ത്രെഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് മൾട്ടി ത്രെഡിങ്. സോ മൾട്ടി ത്രെഡിങ്ങിൽ സ്ട്രിങ് സേഫ് ആകാനുള്ള ഒരു കാരണം അത് ഇമ്മ്യൂട്ടബിലിറ്റി എന്നുള്ള ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ് നീഡ് എ കൺസ്ട്രക്ടർ? ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന് കൺസ്ട്രക്ടറിൻ്റെ ആവശ്യം എന്താണ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇപ്പം ഇങ്ങനെ പറയാം, ദ മെയിൻ പർപ്പസ് ഓഫ് എ കൺസ്ട്രക്ടർ ഈസ് ടു ഇനിഷ്യലൈസ് ദ ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റ്. സോ കൺസ്ട്രക്ടറിൻ്റെ ആവശ്യം എന്താണ്, ന്യൂലി ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ്. ഇൻ അബ്സ്ട്രാക്ട് ക്ലാസ് വി ഹാവ് ആൻ ഇൻസ്റ്റൻസ് വേരിയബിൾ, abstract methods and non-abstract methods. So we need to initialize the non-abstract methods and instance variables. Therefore, abstract classes have a constructor. ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ട്, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ട്. സോ നമുക്ക് നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെയും ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയും ഇനിഷ്യലൈസ് ചെയ്യണം, അതായത് വാല്യൂസ് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ടിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസിന് കൺസ്ട്രക്ടറിനെ കൊടുക്കുന്നതിൻ്റെ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് സെറ്റ് ആൻഡ് ട്രീ സെറ്റ്? ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്യട്ടെ. ഇപ്പോൾ ഹാർഡ് സെറ്റും ട്രീ സെറ്റും നമ്മൾ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കളക്ഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഇന്റർഫേസ് ആൻഡ് ക്ലാസസ് ഉണ്ട്. സോ നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ലിങ്കർ ലിസ്റ്റ് ആൻഡ് അറേ ലിസ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഷ് സെറ്റ് ആൻഡ് ട്രീ സെറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് സെറ്റ് ആൻഡ് ഹാഷ് മാപ്പ്, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അത് ഓരോന്നിട്ട് നമുക്ക് ഒരു 3-4 പോയിന്റ്സ് വെച്ച് പറയാൻ പഠിച്ചിരിക്കണം. ഓക്കെ, എങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 2 കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണമാണ് ഹാർഡ് സെറ്റും ട്രീ സെറ്റും നമ്മൾ ഡിഫറൻസ് ആണ്. സോ ഹാർഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, അതായത് അവിടെ ഒരു എലമെന്റ് നൾ വാല്യൂ വരാൻ പറ്റും. അതുപോലെ ഹാഷ് കോഡ് ആൻഡ് ഈക്വൽസ് മെത്തേഡ്സ് ആണ് വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ ട്രീ സെറ്റിനെക്കാട്ടി ഫാസ്റ്റർ ആണ് ഹാഷ് സെറ്റ്. അതുപോലെ ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ ഹാഷ് ടേബിൾ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെട്രോജീനിയസ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് ഹാഷ് സെറ്റിന് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ട്രീ സെറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിൽ എലമെന്റ്സിന് സ്റ്റോർ ചെയ്യാനേ പറ്റത്തില്ല. അതുപോലെ കമ്പയർ ടു മെത്തേഡ്സ് ആണ് കമ്പാരിസൺ വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ ഹാഷ് സെറ്റിനെക്കാട്ടിൽ സ്ലോവർ ആണ്. അതുപോലെ ട്രീ മാപ്പ് എന്നൊരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുക എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ. അതുപോലെ റെഡ് ബ്ലാക്ക് ട്രീ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോമോജീനിയസ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക, ദാറ്റ് മീൻസ് ഓരോ ടൈപ്സ് ഓഫ് വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഷ് മാപ്പ് ആൻഡ് ഹാഷ് സെറ്റ്. അതുപോലെ തന്നെ കളക്ഷൻ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഈ കളക്ഷൻസ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ്. കാരണം നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ പറഞ്ഞ ഡിഫറൻസസ് ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്നത് അതിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യേണ്ട, അപ്പോൾ നിങ്ങൾ ഏത് കളക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കളക്ഷൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാത്തൊരാൾക്ക് നമുക്ക് ഒരിക്കലും അതിൻ്റെ ആൻസർ ചെയ്യേണ്ട പറ്റത്തില്ല. സോ ഞാൻ വീണ്ടും പറയാണ്, മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1-2 ക്വസ്റ്റ്യൻസ് കിട്ടും കളക്ഷനകത്ത്, പ്രിപ്പയർ ചെയ്യണേ. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർറൈഡിങ്. ഇത് നിങ്ങൾക്ക് ഞാൻ എൻഷുർ ചെയ്ത് പറയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർറൈഡിങ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം, എന്താണ് ഓവർലോഡിങ് അല്ലെങ്കിൽ എന്താണ് ഓവർറൈഡിങ്, അവരുടെ എക്സാമ്പിൾസും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതെനിക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു ആൻസറും കൂടിയാണ്, കാരണം ഇതെല്ലാവരും തന്നെ പഠിച്ചു വെക്കുന്നതാണ്. ഒന്നുകൂടി പറയാം. അതായത് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ക്ലാസ്സിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ മെത്തേഡ്സിന് സെയിം മെത്തേഡ് നെയിംസ് വരുവാണെങ്കിൽ അത് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയും. അത് കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ്. മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പേരന്റ് ക്ലാസ്സിലും സബ് ക്ലാസ്സിലുമായിട്ട് ഒന്നിൽ കൂടുതൽ മെത്തേഡ്സിന് സെയിം മെത്തേഡ് നെയിം വരുന്നതാണ് മെത്തേഡ് ഓവർറൈഡിംഗ്, ദാറ്റ് ഈസ് റൺ ടൈം പോളിമോർഫിസം. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്, ഇവിടെ ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ക്യാൻ വി അച്ചീവ് മെത്തേഡ് ഓവർലോഡിങ് വെൻ 2 methods ഹാവ് ആൻ ഓൺലി ഡിഫറൻസ് റിട്ടേൺ ടൈപ്പ്. അതായത് മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ കേസിൽ 2 മെത്തേഡ്സിന് പാരാമീറ്റർ ഒക്കെ സെയിം ആണ്, പക്ഷെ റിട്ടേൺ ടൈപ്പ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മെത്തേഡ് ഓവർലോഡിങ് ആകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ അതാവത്തില്ല, അതാണ് എൻ്റെ ആൻസർ, നോ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണത്. ദ കമ്പൈലർ ഡസ് നോട്ട് കൺസിഡർ റിട്ടേൺ ടൈപ്പ് വൈൽ ഡിഫറൻഷ്യേറ്റിംഗ് ദ ഓവർലോഡ് മെത്തേഡ്. അതായത് മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരിക്കലും മെത്തേഡ് ഓവർലോഡിങ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് ബോത്ത് മെത്തേഡ്സ് ഹാവ് സ്പെല്ലിംഗ് തെറ്റുണ്ട് മെത്തേഡ്സിൻ്റെ. സോ ഇഫ് ബോത്ത് മെത്തേഡ്സ് ഹാവ് സെയിം പാരാമീറ്റർ ടൈപ്സ് ബട്ട് ഡിഫറെൻറ്റ് റിട്ടേൺ ടൈപ്സ് ദെൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ഫൈനൽ ഓർ സ്റ്റാറ്റിക് മെത്തേഡ്സ് ക്യാൻ ബി ഓവർ റിഡൻ? സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ മെത്തേഡ്സിന് ഓവർറൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ആൻസർ ഈസ് നോ. വൈ? We cannot override static methods because method overriding is based on dynamic binding. Okay, runtime ഉള്ള ഡൈനാമിക് ബൈൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്
മെത്തേഡ് ഓവർ റൈഡിങ് ഉള്ളത്. ഓക്കെ, ആൻഡ് സ്റ്റാറ്റിക് മെത്തേഡ്സ് ആർ ബോണ്ടഡ് യൂസിങ് സ്റ്റാറ്റിക് ബൈൻഡിങ് ആയിട്ട് കമ്പയൽ ടൈമിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്കത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ വി യൂസ് പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്ട് ആക്സസ് മോഡിഫയേഴ്സ് ഇൻസൈഡ് ആൻഡ് ഇന്റർഫേസ്? ഇന്റർഫേസിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡും ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഓഫ് കോഴ്സ് നോ. കാരണം എന്താ? ബിക്കോസ് ജാവ ഇന്റർഫേസസ് ആർ മീൻ ടു സ്പെസിഫൈ ഫീൽഡ്സ് ആൻഡ് മെത്തേഡ്സ് that are publicly available in classes that implement the interfaces. ഈ ഇൻ്റർഫേസസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ്സസിൽ ആക്സസ് ചെയ്യാൻ പറ്റണം. സോ എന്താവണം? അതിലെ ഫീൽഡ്സും മെത്തേഡ്സും എല്ലാം പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയേഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഫൈനൽ, ഫൈനലി ആൻഡ് ഫൈനലൈസ്? സോ ആ പേര് കേൾക്കുമ്പോൾ ഓർക്ക് ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ, അതിനെ തന്നെ യൂസ് ഒന്നാണെന്ന്. പക്ഷെ അല്ല, എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഫൈനൽ കീവേഡ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ജാവയിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ക്വസ്റ്റൻ അത് ഡിസ്കസ് ചെയ്തിരുന്നു. ഫൈനൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂസറുടെ റെസ്ട്രിക്ഷൻസ് കൊടുക്കാനായിട്ട്, അതായത് വേരിയബിൾസ്, മെത്തേഡ്സ്, ക്ലാസ്സിനൊക്കെ റെസ്ട്രിക്ഷൻസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലി എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഫൈനലി എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഓഫ് കോഡാണ് കൊടുക്കുന്നത് അതിനുള്ളിൽ. ഫൈനലി അതെന്തിൻ്റെ പാർട്ടാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫൈനലൈസ് യൂസ് ചെയ്യുന്നതോ അത് ഗാർബേജ് കളക്ഷൻ്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെയിം പല പല ഡിഫറൻസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ് ഫൈനൽ കീവേഡ് ഫൈനൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കമ്പയൽ ടൈമിലാണ്. ഫൈനൽ യൂസ് ചെയ്യുന്നത് റൺ ടൈമിലാണ്. ഫൈനലൈസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? അതൊരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്തതിന് മുന്നേ ആയിട്ടാണ് ഫൈനലൈസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഒരു ഫൈനൽ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നു. ഫൈനലി നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അല്ല യൂസ് ചെയ്യുന്നത്. ഫൈനലി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നു. ഫൈനലൈസും നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ എന്ന് പറയുന്നത് കീവേഡാണ്. ഫൈനലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. ഫൈനലൈസ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡാണ്. ഓക്കെ, പിന്നെ അടുത്തത് സ്ട്രിങ് ബിൽഡർ, സ്ട്രിങ് ബഫർ. ഇത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ സ്ട്രിങ് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് ഡാറ്റാ ടൈപ്സ് ആണ് സ്ട്രിങ് ബിൽഡർ, സ്ട്രിങ് ബഫർ അല്ലേ. പക്ഷെ ഇത് മൂന്നും ഡിഫറൻസ് ഉണ്ട്. അതിനാണ് പറയുന്നത്. സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്. പക്ഷേ സ്ട്രിങ് ബിൽഡറും സ്ട്രിങ് ബഫറും മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രിങ് ത്രെഡ് സേഫ് ആണ്. സ്ട്രിങ് ബിൽഡർ ത്രെഡ് സേഫ് അല്ല. സ്ട്രിങ് ബഫർ ത്രെഡ് സേഫ് ആണ്. അതിൽ ഹൈ എഫിഷ്യൻ്റ് ആണ് സ്ട്രിങ് ബിൽഡർ മീഡിയം ആണ്. സ്ട്രിങ് ബഫർ ലെസ് ആണ്. അതുപോലെ സിങ്ക്രണൈസേഷൻ നോ സിങ്ക്രണൈസേഷൻ ആണ് സ്ട്രിങ്ങിൽ. സ്ട്രിങ് ബിൽഡറിലും നോ സിങ്ക്രണൈസേഷൻ ആണ്. സ്ട്രിങ് ബഫറിൽ ലോ ആണ് ഡ്യൂ ടു സിങ്ക്രണൈസേഷൻ. പിന്നെ ഈ സ്ട്രിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇമ്മ്യൂട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്ട്രിങ് യൂസ് ചെയ്യുക. സ്ട്രിങ് ബിൽഡർ യൂസ് ചെയ്യുന്നത് ത്രെഡ് സേഫ്റ്റി. ദിസ് ഈസ് യൂസ്ഡ് വെൻ ത്രെഡ് സേഫ്റ്റി ഇസ് നോട്ട് റിക്വയർഡ്. ത്രെഡ് സേഫ്റ്റി അല്ലല്ലോ സ്ട്രിങ് ബിൽഡർ. സോ അത് ആവശ്യമുള്ള സിറ്റുവേഷൻസ് നമുക്ക് സ്ട്രിങ് ബിൽഡർ യൂസ് ചെയ്യാം. സ്ട്രിങ് ബഫർ യൂസ് ചെയ്യുന്നത് ത്രെഡ് സേഫ്റ്റി ആവശ്യമുള്ളപ്പോഴാണ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് റാപ്പർ ക്ലാസ്? ഇതൊക്കെ ഫ്രഷേഴ്സിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് റാപ്പർ ക്ലാസ്? റാപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ജാവ ചില പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹിൻഡ്, ബൂളിയൻ, ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെയാണ് റാപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇൻറ്റീജറിൻ്റെ കേസിലാണെങ്കിൽ ഇൻറ്റ് എന്നുള്ളതാണ് റാപ്പർ ക്ലാസ്. ഓക്കെ, അതാണ് റാപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഇൻറ്റ്, ബൂളിയൻ, ക്യാർ ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റ ടൈപ്സിന് സപ്പോർട്ട് ചെയ്യാനുള്ള ക്ലാസ്സാണ് റാപ്പർ ക്ലാസ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റീജറിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ റാപ്പർ ക്ലാസ്സാണ് ഇൻറ്റ്. ഒരു എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് യൂസ് ഓഫ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. ഇൻസ്റ്റൻസ് ഓഫ് എന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. എന്താണ് യൂസ് എന്ന് പറയുന്നത്? ടു ചെക്ക് ഇൻസ്റ്റൻസ് ഓഫ് എ സ്പെസിഫൈഡ് ടൈപ്പ്. ഒരു ക്ലാസിൻ്റെ ഒക്കെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇൻസ്റ്റൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റൻസ് ഓഫ് എന്നൊരു ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ ജാവയിൽ. അപ്പം അതിന് ചില പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് അത് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ ഒന്നെങ്കിൽ ട്രൂ അല്ലെ ഫോൾസ് റിട്ടേൺ ചെയ്യുക. അത് ബൂളിയൻ ടൈപ്പ് ആയിരിക്കും റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺ കാസ്റ്റിംഗ്, അതായത് ഹയർ കാസ്റ്റുള്ള ഒരു ഡാറ്റ ടൈപ്പിനെ നമുക്ക് ലോവർ കാസ്റ്റിലോട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ, ലോവർ ഡാറ്റ ടൈപ്പിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഒരു ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന നമുക്ക് ഈസി റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ കണ്ട് ഇവിടെ ആപ്പിൾ എന്നാണ് ക്ലാസ്, അതിൻ്റെ ഒബ്ജക്റ്റ് APL എന്ന് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, ഇഫ് APL ഇൻസ്റ്റൻസ് ഓഫ് ആപ്പിൾ. സോ ഈ കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ ആണ്. കാരണം എന്താ? ഈ APL എന്നുള്ള ഇൻസ്റ്റൻസ് ഈ ആപ്പിൾ എന്നുള്ള ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് തന്നെ അല്ലേ? സോ APL ഇൻസ്റ്റൻസ് ഓഫ് ആപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് റിട്ടേൺസ് ട്രൂ ആണ്. അതേസമയം APL ഇൻസ്റ്റൻസ് ഓഫ് ഓറഞ്ച് എന്ന് കൊടുത്തു നോക്ക്, അപ്പം എന്താ കിട്ടുക? അത് ഫോൾസ് ആയിരിക്കും. കാരണം എന്താ? ഓറഞ്ച് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒബ്ജക്റ്റ് അല്ല APL. സോ APL ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഓർ ഇൻസ്റ്റൻസ് ഓഫ് ആപ്പിൾ ആണ്. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ ആയിരിക്കും. ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാതെ ഇത് പ്രിന്റ് ചെയ്യും, APL ഈസ് ഇൻസ്റ്റൻസ് ഓഫ് ആപ്പിൾ എന്നുള്ള പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ യൂസ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതും കളക്ഷനിൽ നിന്നാണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ലിസ്റ്റ് ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. വിച്ച് ഈസ് ബെറ്റർ? സോ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് അറേയാണ് യൂസ് ചെയ്യുക ടു സ്റ്റോർ ദി എലമെന്റ്സ്. ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും. അതിൽ രണ്ട് എൻസ് ഉണ്ടായിരിക്കും വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട്. അറേ ലിസ്റ്റ് സ്റ്റോറിങ് ആൻഡ് ആക്സസിങ് ഡാറ്റയ്ക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ല അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഇംപ്ലിമെന്റ്സ് ഓൺലി ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലിസ്റ്റായിട്ടും അല്ലെങ്കിൽ ക്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ലിസ്റ്റ് ഡാറ്റാനെ ആക്സസ് ചെയ്യാനും സോർട്ട് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാമായിരിക്കും. കൂടുതൽ പെർഫോമൻസ് ആ സമയത്തായിരിക്കും. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്തിന് കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് സിങ്ക്രണൈസേഷൻ? സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി ത്രെഡിങ്ങിൻ്റെ ആ ഒരു ടോപ്പിക്കിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുക. ഫോർ സിങ്ക്രണൈസേഷൻ നമ്മൾ സിങ്ക്രണൈസ് എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിങ്ക്രണൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? ത്രെഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ആക്സിഡൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്നാക്യുറേറ്റ് റിസൾട്ട്സ് ഇടാൻ ചാൻസസ് ഉണ്ട്. സോ ത്രെഡ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്സ് ഇൻ ജാവ? ജാവയിൽ ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഗെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ചില വാല്യൂസിനെ റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. സെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ വാല്യൂസിനെ അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് സെറ്റർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാക്സിമം എല്ലാ ടോപ്പിക്സ് നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കെല്ലാം തന്നെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് കോഡിങ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോസ് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതിയേ.